കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും വാഹനം പരിശോധിച്ചു പോലീസ്. കയർത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഞങ്ങളങ്ങനെ സൂചിപ്പിക്കാൻ വരണ്ട, അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. സഹകരിച്ചിട്ടും ടാർഗറ്റ് ചെയ്തെന്ന് ഷാഫി പറമ്പിൽ. തോന്നിയില്ല. പരിശോധനയാണെങ്കിൽ പെട്ടി തുറന്ന് പരിശോധിക്കുകയല്ലേ വേണ്ടേ. വാഹനത്തിലുണ്ടായിരുന്നത് പുസ്തകങ്ങളും വസ്ത്രങ്ങളും. പരിശോധനയ്ക്ക് പിന്നിൽ ഗൂഢാലോചന എന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. വികസനം ചർച്ച ചെയ്യണമെന്ന് പറയുന്ന മുഖ്യമന്ത്രി നിലമ്പൂരിൽ ഊന്നൽ നൽകുന്നത് ജമാഅത്തെ കൂട്ടുകെട്ടിൽ പ്രതിപക്ഷത്തെ വിമർശിക്കാൻ. ലക്ഷ്യം UDF അസംതൃപ്തരുടെയും സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെയും വോട്ട്. മലപ്പുറം പരാമർശ വിവാദത്തിൽ പ്രതികരണമില്ല. ഇന്ന് വഴിക്കടവിലും എടക്കരയിലും പിണറായി പങ്കെടുക്കുന്ന യോഗങ്ങൾ. നിലമ്പൂരിലെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക്. ആരോപണ പ്രത്യാരോപണം കനപ്പിച്ച് ഭരണ പ്രതിപക്ഷങ്ങൾ. പ്രചാരണ ആവേശത്തിൽ UDF-ഉം LDF-ഉം. മുഖ്യമന്ത്രി UDF മണ്ഡലത്തിൽ തുടരുന്നു. പ്രിയങ്ക ഗാന്ധിയും മണ്ഡലത്തിലേക്ക്. PV അൻവറിന് വോട്ട് തേടി യൂസഫ് പഠാൻ നാളെ എത്തും. പശ്ചിമേഷ്യ യുദ്ധസമാനം. ഇസ്രയേൽ ആക്രമണത്തിന് പ്രത്യാക്രമണം നടത്തി ഇറാൻ. ഇസ്രയേലി നഗരങ്ങളായ ടെൽ-അവീവിലും ജെറുസലേമിലും സ്ഫോടന ശബ്ദങ്ങൾ. ഭൂരിഭാഗം ഡ്രോണുകളും തകർത്ത് ഇസ്രയേലി അയൺ ഡോം. ഇസ്രയേലിനെ മുട്ടുകുത്തിക്കുമെന്ന ആയത്തുള്ള അലി ഖംനേയി. സമാധാനം നിലനിർത്തണമെന്ന് UN. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം തുടരുന്നു. ബ്ലാക്ക് ബോക്സും ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറും വിശദമായി പരിശോധിക്കും. DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണവും തുടരുന്നു. മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിൽ. അഹമ്മദാബാദ് വിമാന ദുരന്തമുയർത്തുന്ന ആശങ്ക ആകാശത്തോളം. എയർ ഇന്ത്യയുടെ ഭാഗത്ത് വലിയ വീഴ്ചകൾ. ടാറ്റ ഏറ്റെടുത്തിട്ടും കേടുകാര്യസ്ഥത തുടരുന്നു. ഏറ്റവും കൂടുതൽ പഴക്കമേറിയ വിമാനങ്ങൾ പറത്തുന്നത് എയർ ഇന്ത്യ എന്ന കണക്കുകൾ. 2 വർഷത്തിനിടെ നിരവധി നടപടികളും നേരിട്ടു. News 18 എക്സ്ക്ലൂസീവ്.